ഇനി സ്വതക്ക എന്നത് എപ്പോഴും നമുക്ക് ചെയ്യാം. രാവിലെ ചെയ്യാം, പകല് മുഴുവൻ ചെയ്യാം, രാത്രി ചെയ്യാം. അതേപോലെ ഒരാൾ വിളിക്കുമ്പോൾ അയാളോട് നമുക്ക് പറയാം, ശരി, ഇത്ര രൂപ ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ ഇന്ന സംവിധാനത്തിന് തരാം, എൻ്റെ ഇന്ന കാര്യം ഞാൻ അതിനു വേണ്ടി തരാം. ഇങ്ങനെ നമുക്ക് ഫോണിലൂടെ, എഴുത്തിലൂടെ, സംസാരത്തിനിടയിൽ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, പകലിൽ, രാത്രി ഒക്കെ ദിനേന, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ദിനേന എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ് സ്വതക്ക എന്നുള്ളത്. അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. എന്താണ് ചെലവഴിക്കല്? സ്വതക്കക്കായി നമുക്കൊരു വരുമാനം ഉണ്ടാവില്ല, അങ്ങനെ എവിടെയില്ല. മറിച്ച് നമുക്ക് വരുമാനമായി കിട്ടുന്നത് എന്താണോ അതിൽ നിന്നാണ് സ്വതക്ക കൊടുക്കേണ്ടത്. ആളുകൾ ഇങ്ങനെ പറയും, എന്താ കൊടുക്കുക, എവിടുന്നാ കൊടുക്കുക, എങ്ങനെ കൊടുക്കുക, ഒന്നുമില്ല കയ്യിൽ. എന്താ കൊടുക്കേണ്ടത്? അധ്വാനിച്ച് കിട്ടിയത്. എത്ര കൊടുക്കേണ്ടത്? സാധിക്കുന്നത്. എന്തിനാ കൊടുക്കേണ്ടത്? നല്ല നിലയിലുള്ള, നന്മയിലുള്ള കാര്യങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് 700 രൂപയാണ് വരുമാനം, ഒരാൾക്ക് 1000 രൂപയാണ് വരുമാനം, ഒരാൾക്ക് 3000 ഒരു ദിവസം വരുമാനം, അതിലേറെയുണ്ട്, ലക്ഷങ്ങളൊക്കെ ദിനേന വരുമാനം കിട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വരുമാനമായി കിട്ടുന്നതിൽ നിന്ന് 100,000, 50,000, 200,000, 500,000, 1000, 10,000 എത്രയാണോ ഉള്ളത് അത് ചെലവഴിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് തിന്നാൻ നൽകിയതിൽ നിന്ന്. റസഖ്ന, റിസ്ഖ് എന്ന് പറഞ്ഞാൽ അന്നമായി തന്നത്. അതെന്താണെങ്കിൽ അത് കച്ചവടത്തിലൂടെ, കൃഷിയിലൂടെ, അധ്യാപനത്തിലൂടെ, വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട്, പാടത്ത് പണിയെടുത്തുകൊണ്ട്, എങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എപ്പോൾ ചെലവഴിക്കണം? മിൻ ഖബിലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം നിങ്ങൾക്ക് വന്നെത്തും മുമ്പ്. ആ ദിവസം വന്നെത്തിയാലോ, ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, കച്ചവടത്തിന് നേരല്ല, അതേപോലെ സാഹോദര്യ ബന്ധങ്ങൾക്ക് വിലയില്ല, ശുപാർശക്ക് അവിടെ പരിഗണനയില്ല. പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മരണം വന്നെത്തും മുമ്പാണ്. മരണമാകുന്ന യാഥാർത്ഥ്യം വന്നെത്തുമ്പോൾ, ഞാനിതാ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അവരെ വിളിക്കൂ, അവർക്കുള്ളത് കൊടുക്കാം, ഇന്നലെ വന്നവരോട് വരാൻ പറയൂ, ഞാൻ കൊടുക്കാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. അതെത്തും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അർഹതപ്പെട്ടതിലേക്ക് കൊടുക്കണം. ഇത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നില്ല. ലോകത്തെല്ലാ മുസ്ലിങ്ങളും ദാനധർമ്മം ചെയ്യുന്നവരായി മാറ്റപ്പെടണം എന്നില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചു കാണൂല. കുറെ ആളുകൾ പുച്ഛിക്കും, നിരുത്സാഹപ്പെടുത്തും, പ്രോത്സാഹിപ്പിക്കാതിരിക്കും, നമ്മളെ പിറകോട്ട് വലിച്ച് പിന്തിരിപ്പിക്കും, ഒക്കെ ഉണ്ടാകും. ഈമാനുണ്ടോ? എന്റെ റബ്ബ് തന്നതിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ഇത് റബ്ബിന്റെ കൽപ്പനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ് എന്ന് മനസ്സിലാക്കി പോകുന്നവരെ ആര് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയുടെ ഉദാഹരണം പറഞ്ഞു. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ധാന്യമണി, ഒരു നെൽമണി, ഒരു ഗോതമ്പിന്റെ മണി. എന്നിട്ടോ അംബതത് സബഅ സനാബിൽ, ആ ധാന്യമണിയിൽ 7 കുലകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കുലയിലും 100 ധാന്യമണികൾ ഉണ്ടായി. ഒറ്റ ധാന്യമണിയാണ്, അത് മുളച്ചു വന്നു, 7 കുലകളുണ്ടായി, ഓരോ കുലകളിലും 100 ധാന്യമണികൾ. വല്ലാഹു യുളായിഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയാക്കി കൊടുക്കും എന്നാണ്. ഇരട്ടിയാക്കി കൊടുക്കും. അഥവാ നമ്മൾ 10 കൊടുക്കുക, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ 500. സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുന്നതല്ല റബ്ബ് തിരിച്ചു തരിക.
നമ്മൾ കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ദുന്യാവിൽ നമുക്ക് ജീവിക്കാനുള്ള റിസ്ഖായി അള്ളാഹു തന്നതിൽ നിന്ന് ഒരു കടമായി നമ്മൾ റബ്ബിന് കൊടുക്കണം. ആ കടം തിരിച്ചു കിട്ടുമ്പോൾ കൊടുത്തത് മാത്രമല്ല കിട്ടുന്നത്. നമ്മൾ ഇവിടെ കൊടുത്ത 50കളോ 100കളോ 1000കളോ 10000ങ്ങളോ ലക്ഷങ്ങളോ അല്ല, മറിച്ച് അള്ളാഹു ഇങ്ങോട്ട് തരുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. എത്രയോ അധികരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരുന്നത്. അതൊരു ഭയങ്കര നേട്ടം. അതാണ് ലാഭം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇറക്കിയ മുതല്, ആ മുതൽ അവിടെ കിടക്കുകയാണ്. അതിങ്ങനെ വലുതായി 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 നമ്മെ അമ്പരിപ്പിക്കുന്ന ഒരു ലാഭമായി മാറ്റപ്പെടുകയാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم. ധർമ്മം ഇങ്ങനെ ചെയ്യുക, എന്നിട്ടോ ആ ധർമ്മം ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുക. ഇത് നിനക്ക് ഞാൻ തന്നതല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടത്, അതിങ്ങനെ എടുത്തു പറയുക. ഒരാൾക്ക് നമ്മൾ വീട് ധർമ്മമായി കൊടുത്തു, അത് നമ്മൾ അയാൾ കേൾക്കെ എടുത്തിങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ അയാളെ പ്രയാസപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് വെറുതെയാണ് സഹോദരങ്ങളെ. ആ വീട് കൊടുത്തു, അല്ലെങ്കിൽ പറമ്പ് കൊടുത്തു, വസ്ത്രം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അതൊക്കെ വെറുതെയായി. അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ കൂലിയില്ല. അവർക്ക് വരുന്ന ലോകത്തെപ്പറ്റി പേടി വേണം എന്നാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവർക്ക് സങ്കടം വേണം. കുറേ കൊടുത്തു, ലക്ഷങ്ങൾ കൊടുത്തു, കോടികൾ കൊടുത്തു. അതൊക്കെ കേവല വാർത്തകൾക്കും പ്രശംസകൾക്കും പുകഴ്ത്ത് വർത്തമാനങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സങ്കടപ്പെടണം. മരണാനന്തരം വരാനുള്ള ജീവിതത്തെക്കുറിച്ച് പേടി വേണം. പിന്നെയോ ഇതിനൊന്നും കൂലി പരലോകത്ത് ഉണ്ടാകൂല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. ഇതാണ് കൊടുത്തത് എടുത്തു പറയുകയും അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയും അതൊന്നുമില്ലാതെ നല്ല നിലയിൽ കൊടുത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും. കണ്ടോ, നമുക്കിങ്ങനെ വേണ്ടാന്ന് കരുതി ഒരു പാഴ്വസ്തുവായി നമ്മൾ ഏതെങ്കിലും മൂലക്കെ പൊട്ടി ചളിങ്ങി ഒഴിവാക്കിയത് അതെന്നാ ഞാൻ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം, അങ്ങനെയല്ല. അത് നമ്മളെ സാധാരണ ഒരു കൊടുക്കലായി. നിയ്യത്ത് ശരിയായാൽ അവർക്ക് ഉപകാരമുണ്ടെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട കൂലി കിട്ടും. ധർമ്മമായി നമ്മൾ കൊടുക്കേണ്ടത് ത്വയ്യിബാത്താണ്. നമ്മൾ സമ്പാദിച്ചതിലെ ത്വയ്യിബാത്താണ്, നല്ലതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഭൂമിയിൽ നിന്ന് മുളച്ചു കിട്ടിയതാകട്ടെ, വരുമാനമായി കിട്ടിയതാകട്ടെ, എന്താണെങ്കിലും നമ്മുടെ കൃഷിയൊക്കെ ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ പച്ചക്കറി, അപ്പൊ ആ പച്ചക്കറിയിൽ നിന്ന് അയൽവാസിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആകെ പൊട്ടി അതേപോലെ അളിഞ്ഞ് നന്ദി ദോൽക്കാണ് കൊടുക്ക. അങ്ങനെ കൊടുക്കുമ്പോ അതൊരു നല്ല ധർമ്മല്ല. കാരണം എന്താ? അത് ഈ അഴുകിയതും ചളിഞ്ഞതും കുറച്ചൊക്കെ മുറിച്ചൊഴിവാക്കിയാൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ നമ്മൾ കൊടുത്തൊഴിവാക്കുകയാണ്. അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ നിയത്താക്കിയിട്ടുണ്ടോ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നല്ലത് കൊടുക്കുക. നല്ലത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ ചീഞ്ഞത് കൊടുത്താൽ ചന്തയിൽ ആരും എടുക്കൂല, നമുക്ക് കരുതിയ വരുമാനം കിട്ടൂല. അവിടെ നമുക്ക് ആ മനസ്സ് അയൽവാസിക്കും നാട്ടുകാർക്കോ കൊടുക്കുമ്പോൾ അത് ഈ പൊട്ടിയതും പൊളിഞ്ഞവും ചീഞ്ഞതും കൊടുത്തൊഴിവാക്കാം. അങ്ങനെയാകുമ്പോൾ അത് ശരിയല്ല. അപ്പോ ത്വയ്യിബത്തായ നല്ലതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. പിന്നെയോ ആമിനു ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും, നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ ദൂതരിൽ വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകും എന്നാണ്. ഇങ്ങനെ നിരവധി ആയത്തുകൾ ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താണോ കഴിയുക അതാണ് നമ്മൾ ധർമ്മമായി കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ്. നമുക്ക് കാണാം,
മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബി ത്വയ്യിബ്. നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു അല്പം തംർ, ഈത്തപ്പഴം, കാരക്ക ധർമ്മം ചെയ്തു. എന്തിനാ ത്വയ്യിബ് എന്ന് പറഞ്ഞത് അറിയോ? വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്. ത്വയ്യിബല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല, നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. അങ്ങനെ നമ്മൾ ചെയ്താൽ വഇന്നല്ലാഹ യതഖബ്ബലഹാ ബിയമീനി, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നു. സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹി, ആ ധർമ്മം ചെയ്ത ആൾക്ക് വേണ്ടി അള്ളാഹ് അതിനെ വളർത്തുന്നു. ഘട്ടം ഘട്ടമായി വളർത്തുക. നമ്മൾ കഴിഞ്ഞ റമദാന് കൊടുത്തതാകും, അല്ലെങ്കിൽ ഏതോ പണ്ട് കൊടുത്തതാകും. അത് തീർന്നിട്ടില്ല. നമ്മൾ തിന്നു തീർത്ത പോലെ, ധരിച്ചു തീർത്ത പോലെ, ദൂർത്തടിച്ചു തീർത്ത പോലെ അത് തീർന്നിട്ടില്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തത് അള്ളാഹ് അതിനെ വളർത്തി പരിപാലിക്കുകയാണ്. ഏതുപോലെ? കമാ യുറബ്ബി അഹദുക്കും ഫലൂവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. ഒരാള് തന്റെ ഫലൂവിനെ അഥവാ തന്റെ ഒരു ചെറിയ മൃഗക്കുട്ടിയെ അതിനെ ശരിക്ക് വളർത്തി പരിപാലിച്ചു വരുന്ന പോലെ, എന്നിട്ടോ പർവ്വത സമാനമാക്കി, മിസ്ലൽ ജബൽ, പർവ്വത സമാനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. ഇത് വേണ്ടതാണോ അല്ല ഒഴിവാക്കേണ്ടതാണോ നമ്മൾ ആലോചിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരായത്തോ ഒരു ഹദീസോ കേൾക്കുമ്പോഴേക്ക് അവർക്കത് പെട്ടെന്ന് ബോധ്യപ്പെടും. പെട്ടെന്ന് അതിൻ്റെ ഫലം, അതിൻ്റെ മധുരം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി നോക്കൂ, നിങ്ങൾ ധർമ്മം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ്. മാമി യൗമിൻ യുസ്ബിഹുൽ ഇബാദ്, ഒരു ദിവസവും ഇല്ല അടിമകൾക്ക് നേരം വെളുക്കുന്നതായി, ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി, രണ്ട് മലക്കുകൾ ഇറങ്ങി വരികയാണ്. എല്ലാ സുബഹിലും പ്രഭാതത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്നും നടന്ന, ഇൻഷാ അല്ലാഹ് നാളെയും നടക്കുന്ന, ഇന്നലെയും സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. രണ്ട് മലക്കുകൾ ഇറങ്ങി വരിക. എന്താ അവരെ പണി? ഫയഖൂലു അഹദുഹുമാ, അവരണ്ടിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്തി മുൻഫിഖൻ ഖലഫാ, അല്ലാഹ് ചെലവഴിക്കുന്ന ആൾക്ക് നാഥാ നീ കൊടുത്തുകൊണ്ടേയിരിക്കുക, അവന് ഇനിയും കൊടുക്കല്ല. കാരണം കിട്ടിയാൽ കൊടുക്കണം എന്ന മനസ്സുള്ളവനാണ്. ഒരു മലക്ക് കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്ത മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക്, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പ്രാർത്ഥന അതിനുള്ള അർഹത കിട്ടി? ലോകത്ത് കോടാനുകോടി മനുഷ്യരിൽ എത്ര ശതമാനം ആളുകൾക്കാണ് ഈ അർഹത കിട്ടുക? നമ്മളുണ്ടല്ലോ പലരോടും ഒന്ന് പ്രാർത്ഥിക്കുകൊണ്ടു, അല്ലേ? ഒരു പള്ളിക്ക് കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുകൊണ്ടു, ഒരു മദ്രസക്ക് കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുകൊണ്ടു, ഒരു സ്ഥാപനത്തിന് കൊടുത്താൽ പ്രാർത്ഥിക്കുകൊണ്ടു, ഒരു വ്യക്തിക്ക് കൊടുത്താൽ പ്രാർത്ഥിക്കണം കേട്ടോ എന്നല്ലേ പറയല്? നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥനക്ക് നമ്മൾ കെഞ്ചിയാണ്, നമ്മൾ യാചിക്കാണ്. സഹോദരങ്ങളെ, നമുക്കറിയാത്ത ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മലക്കോ യഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഗ്തി മുംസികൻ തലഫാ, അല്ലാഹ് കൊടുക്കാത്ത ആൾക്ക്, പിടിച്ചു വെക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നാഥാ നീ കൊടുക്കരുത്, തലഫാ നാശം കൊടുക്കല്ല. അർഹതപ്പെട്ടവൻ ചോദിച്ചു വരുമ്പോൾ, അർഹതപ്പെട്ടവന്റെ കാര്യം നമ്മെ തേടി വരുമ്പോൾ അവിടെ ഒരു പിശുക്കനാകുക, അവിടെ പിടിച്ചു വെക്കുന്നവനാകുക ഒരിക്കലും പാടില്ല. ചില ആളുകളിലൊക്കെ നല്ല നിലയിൽ കാണപ്പെടാറുള്ള സ്വഭാവം എന്താ അറിയോ? ചോദിക്കുമ്പോഴേക്ക് പോക്കറ്റിൽ കൈയിട്ട് എന്താണ് ഉള്ളത് അതിങ്ങനെ വാരിനടുത്തത് കൊണ്ടുപോയി കൊടുത്താൽ, അത് എത്ര എണ്ണി കൊണ്ടുപോയിക്കോളി. ആലോചിച്ചു കാണി, അത് ചിലപ്പോൾ 10,000 ഉണ്ടാവും, ചിലപ്പോൾ 5,000 ഉണ്ടാവും, ചിലപ്പോൾ 1000 ഉണ്ടാവും. എടുത്തോളി. എന്തേ? അയാള് ആവശ്യം മനസ്സിലാക്കി നല്ല നീയത്തിൽ അയാൾ കൊടുക്കുക. എവിടെങ്കിലും പേര് വരണം, പ്രശസ്തിയാകണം, ഒന്നും അയാൾക്ക് ആഗ്രഹം കൊടുക്കുക.
ചോദിക്കുമ്പോഴേക്ക് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് തസദ്ദഖൂ, ജനങ്ങളെ നിങ്ങൾ ധർമ്മം ചെയ്തോളി, അതുണ്ടാവുള്ളൂ. നമ്മളിവിടെ വെട്ടിപ്പിടിച്ചതും രേഖയാക്കി വെച്ചതും ഒപ്പിട്ട് സീലൊക്കെ വെച്ച് റെഡിയാക്കി ഭദ്രമാക്കി വെച്ച ഒന്നും ഉണ്ടാവില്ല. ഒരാൾ മരിച്ചാൽ അടുത്ത അവകാശികൾ വരികയാണ്. എന്നാലോ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊടുത്തത് അവിടെ പച്ചയായി ഉണ്ടാവും. അത് ഉണങ്ങിപ്പോകൂല, ഞുരുമ്പിച്ച് തീരൂല, അത് വാടിക്കരിഞ്ഞു പോവുകയില്ല. നഷ്ടമില്ലാത്ത കച്ചവടത്തിന്റെ ലാഭമായി അതവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. പെണ്ണുങ്ങളോട് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൻ നിസാ തസദ്ദഖ്ന, പെണ്ണുങ്ങളെ നിങ്ങൾ നല്ലോണം കൊടുത്തോളിയും, നരകത്തിൽ കൂടുതലായി നിങ്ങളെ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. അവരും അതിൽ വലിയ ആവേശം കാണിക്കണം. ഉള്ളത് കയ്യിൽ ചുരുട്ടി വെക്കുകയല്ല, അത് കൊടുക്കാനുള്ള മനസ്സ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞതായ ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇമാം അൽ ബുഖാരി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ്, അൻഫിഖ് യബ്ന ആദം, ആദമിന്റെ സന്തതിയെ നീ ചെലവഴിച്ചോ, നീ കൊടുത്തോ, എന്നാൽ നിനക്കും ചെലവഴിക്കപ്പെടും. ഇന്ന് നമ്മൾ കൊടുത്താൽ സഹോദരങ്ങളെ നാളെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ തരേണ്ടി വരും. അതങ്ങനെയാണ്, അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. ഇന്ന് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ, നല്ല നിയ്യത്തിൽ കൊടുത്താൽ, പല നിലക്കും നമുക്കത് തിരിച്ച് ഇങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. ഇനി ഇവിടെ കിട്ടിയില്ല, എവിടെ നമ്മളെ കാത്തിരിക്കുന്നത്? മരണാനന്തര ലോകത്താണ്. നോക്കൂ നിങ്ങൾ, ഒരുപക്ഷെ നമ്മൾ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൻ്റെ കണക്ക് നമ്മൾ എടുത്തുണ്ടാവും. ഈ മാസം എത്രയായി, കറണ്ട് ബില്ല് ഇത്ര, അതേപോലെ വാഹനത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ ഇത്ര, ഫീസ് വകയായി ഇത്ര, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത്രയും കാലം നമ്മൾ ധർമ്മം ചെയ്തതിൻ്റെ കണക്ക് ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു സാരഥ്യം കാണുന്നില്ല. വേണമെങ്കിൽ ഒരു അറിവിന് വേണ്ടി ചിലപ്പോ ഇത്ര ഇതിനാണ് കൊടുത്തത്, അങ്ങനെ വല്ല കണക്കും ഉണ്ടാകും എന്നല്ലാതെ മൊത്തത്തിൽ ഞാൻ ഇത്ര കൊടുത്തു എന്ന് നമുക്കാർക്കും മനസ്സിൽ നിന്ന് പോലും എടുത്തു പറയാൻ കഴിയൂല. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അള്ളാന്റെ മാർഗത്തിലാണ് കൊടുത്തത്, വേറെ എവിടെയല്ല, അള്ളാന്റെ മാർഗത്തിലാണ്. അപ്പൊ കയ്യും കണക്കൊന്നും നോക്കൂല, നോക്കാൻ പാടില്ല. കാരണം എന്താ? അള്ള തന്നത് അള്ളാഹ് തന്നെ കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല ഒരു കടം അള്ളാഹുവിന് കൊടുക്കാൻ ആരുണ്ട്? ഖുർആന്റെ ചോദ്യമാണ്. ഖുർആന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ സംസാരമാണ്. അള്ള നമ്മളോട് പച്ചയായി ചോദിക്കുക, ആരാടോ ഒരു നല്ല കടം തരാനുള്ളത്? സഹോദരങ്ങളെ, നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം, അല്ലാ ഞാൻ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, വേണ്ടുവോളം അല്ലാ എത്രയാണോ വേണ്ടത് അത്ര ഞങ്ങൾ തരാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു സംരംഭം കടം കൊണ്ട് കുടുങ്ങിയിട്ട് പൂട്ടി ഒഴിവാക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നില്ല. ഏതെങ്കിലും ഒരു വഴിക്ക് സഹായം കിട്ടും, ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വഴിക്ക് സഹായം കിട്ടും. എത്ര ബിസിനസ്സുകളാണ് കടം മറിഞ്ഞ് പൂട്ടേണ്ടി വന്നത്, എത്ര വീടുകളാണ് കടക്കണി കൊണ്ട് വിറ്റൊഴിവാക്കേണ്ടി വന്നത്, എത്ര വാഹനങ്ങളാണ് കടക്കണി കൊണ്ട് പിടിക്കപ്പെട്ടത്, ഇല്ലേ? എന്തൊക്കെയുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിന്റെ വളർച്ചക്കാവശ്യമായ ഒരു സംരംഭം ആ നിലക്ക് ഉണ്ടായതായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും ദണ്ണിപ്പോ പ്രശ്നങ്ങളോ കാട്ടി പൂട്ടിപ്പോവുക സ്വാഭാവികം, അതല്ല. മറിച്ച് ചെലവിന് വകയില്ല എന്ന നിലക്ക് പൂട്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇത് ഇരട്ടി പ്രതിഫലം കാക്ഷിക്കേണ്ടതും കിട്ടുമെന്ന് ഉറപ്പുള്ളതുമായ ഒരു കച്ചവടമാണ്, ഒരു കരാറാണ്, ഒരു കടം കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടണം. ഇത് രഹസ്യമായി നമ്മൾ നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ
ഒരു വിഭാഗം വളരെ രഹസ്യമായി ഗോപ്യമായി ധർമ്മം ചെയ്ത ആളുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞാനൊരു 100 രൂപ കൊടുത്താൽ, ഒരു 50 കൊടുത്താൽ, എൻ്റെ കയ്യിലുള്ള 1000 കൊടുത്താൽ ഈ പ്രശ്നത്തിന് മതിയാകും എന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തെ നികത്താനുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ പിന്നെ ചെയ്യാം. ഇപ്പൊ ളുഹറിന് വന്നപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അസറിന് നോക്കാം. അങ്ങനെയല്ല, അസറിന് നമ്മൾ ഹയാത്തിൽ ഉണ്ടാകും. എന്തുറപ്പാ നമ്മൾ ആലോചിച്ച് നോക്കാണ്. പിന്നെ അതുമല്ല, ളുഹറിന് കൊടുക്കാൻ നമുക്ക് തോന്നിയ ഒരു തുക ചിലപ്പോൾ അസറിന് കൊടുക്കാൻ തോന്നൂല, അതിന്റെ മൂല്യം കുറയും. അപ്പോ എത്രയും വേഗത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ ആ കാര്യം വീട്ടണം എന്ന നിലക്കാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം. അർഹതപ്പെട്ടവർ കുടുംബത്തിലാണെങ്കിലും അയൽപ്പക്കത്താണെങ്കിലും നാട്ടിലാണെങ്കിലും നമുക്കറിയാത്ത ഒരു സ്ഥലത്താണെങ്കിലും മാനദണ്ഡം അർഹതപ്പെട്ടവർ എന്നതാണ്. അവർക്ക് അത് കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ രൂപത്തിൽ സക്കാത്തിൻ്റെയും സ്വതക്കയുടെയും ഒക്കെ ഫള് മനസ്സിലാക്കി സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയെ കൃത്യമായി കണക്കാക്കി കൊടുക്കാനും സ്വതക്ക എന്ന ഐച്ഛികമായ വളരെ പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സ്വഹാബത്തൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിനു കാണിച്ച ആവേശം, ഉമർ റളിയല്ലാഹുവിനു കാണിച്ച ആവേശം, അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിനു കാണിച്ച ആവേശം, അലി റളിയല്ലാഹുവിനു കാണിച്ച ആവേശം, എല്ലാ സ്വഹാബത്തും നോക്കൂ നിങ്ങൾ, എന്താണോ ഉള്ളത് അത് റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്ത് ചെലവഴിച്ച് അങ്ങനെ പരലോകത്തേക്ക് വേണ്ടി മുതലുണ്ടാക്കിയ, സമ്പാദ്യം സ്വരൂപിച്ച, ഒരുങ്ങി നിന്ന ജീവിത മാതൃകയാണ് അവരിൽ നമുക്കുള്ളത്. കഴിയുന്നത്ര സാധിക്കുന്ന പോലെ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് അത് പ്രേരണയാകുന്ന, പ്രോത്സാഹനമാകുന്ന രൂപത്തിൽ നമ്മൾ ഇടപെടുക. ഭാര്യമാർക്ക് ധർമ്മത്തിന് വേണ്ടത് നമ്മൾ അവരെ ഏൽപ്പിക്കുക. ഞാൻ കൊടുത്തിട്ടുണ്ടെന്നല്ല, നീയും കൊടുത്തോ എന്ന നിലക്ക് അവരെ ഏൽപ്പിക്കുക. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നാളെ പരലോകത്ത് വലിയ ഒരു സമ്പാദ്യമായി, മുതൽക്കൂട്ടായി നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം ഓരോരുത്തരും സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.